അപ്പോൾ ഞാൻ തോട്ടേക്ക് പോവാട്ടാ. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് കണ്ണൊന്നും ഇതാക്കാൻ വയ്ക്കുന്നില്ല. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ നാട്ടിൽ തോട് കാണിച്ചില്ല. തോട്ട വെള്ളം കൊണ്ട് വരുന്നുണ്ട്. വെള്ളം എടുത്തത് അവിടെ വേറൊരു ചെക്കൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചിലക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓൻ്റെ വർത്താനം കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഇനി ഈ സൈഡിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാനവിടെ വീകും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ നടന്നിട്ടോ. ആ ചെക്കൻ അവിടെ വീകാനൊക്കെ പോയിക്കുന്നു. ഓനുണ്ട്, ഓൻ്റെ ഒരു ഗൈസും ഉണ്ട്. ഇതാ ഇതിൽ കൂടെ ഇതാ വെള്ളം വന്ന് ചാടുന്നു കേട്ടോ. അപ്പൊ ഞാനുണ്ട് ഗൈസ്, ഇന്നത് കാണിച്ചു തരും. അപ്പൊ ഞാനട്ടെ ഇതിന്റെ മയിൽപ്പീലി ഓനോന്റെ ഒരു കപ്പൽമ കുത്തിയിട്ടാ വരുന്നത്. അവിടെ തോട്ടിലിടാനാന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തോനോ ഒരു കുപ്പിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. മീനിനെ പിടിച്ചാണ് ഗൈസ്. ഞാൻ ഓളെ വീട്ടിലല്ല, പണ്ടൊന്നും ഓളെ വീട് വെക്കാത്തോണ്ടട്ടാ ഗൈസ്. ആളെ ഇവിടെ തന്നെ അന്നാണ് തോട്ടിക്ക് പോകട്ടെ. അന്നാണ് വീട് ഇതാട്ടാ ഗൈസ്. അതാണ് തോട്ടിക്ക് പോവാണ്. കുറച്ച് നടക്കാനുള്ളൂ കേട്ടാ. ഓൻ അങ്ങനെ പലതും പറയും, നമ്മളതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. ഇത് നമ്മൾ അവിടുന്ന് കണ്ട ആ തോടിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഒളിച്ച് വരുന്നേട്ടത്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. ഇതാ ഇങ്ങനൊക്കെ പോകണ്ടേ. നീ എങ്ങോട്ടാ പോണ്ട്? ഞാൻ എങ്ങോട്ടാ പോണ്ടെന്ന് അറിയണില്ല. അങ്ങനെ ഇനി നമുക്ക് താഴത്തേക്ക് അത്ര പോകേണ്ടത്. അവിടെ നല്ല പൂളക്കണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ കാണിച്ചത്. അപ്പുറത്തെ ഒരു വലിയ പൊന്തക്കാടാട്ടാ. അവൻ്റെ ഒരു പൊട്ടച്ചോദ്യം കേട്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഈ വീഡിയോ ഞാൻ ഇനി യൂട്യൂബിൽ വിടുമെന്നാണ് അവൻ്റേത്. ഞാൻ വിടും. പിന്നെ വെറുതെ നിനക്ക് വീഡിയോ എടുത്തിട്ടൊക്കെ എന്തിട്ടാനാ. എന്നതന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം എത്താറെ കൈത. അവിടെ നല്ല വ്യൂ ആട്ടാ. നമ്മൾ പാടത്തുനിന്ന് കണ്ട ആ വ്യൂ ആണ് കേട്ടോ ഇത്. അവിടെ നല്ലൊരു വെയിലാട്ട ഗൈസ്. ഇപ്പൊ വൈകുന്നേരം ഇട്ട ഗൈസ്. എല്ലാരും കാണാൻ വീഡിയോ ഒരു ലൈക്ക് സപ്പോർട്ട് പിന്നെ കമന്റ് ഒക്കെ ചെയ്യണം. അത് ചെയ്തോളിട്ടാ. അത് ഞാൻ പറഞ്ഞത് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണാൻ പാടുള്ളൂ. ഇവിടെയാണ് തോന്നുന്നുണ്ട് മല്ലിക കണ്ട ഉണ്ടായിരുന്നിട്ട്. ഇവിടെ വിളിക്കുന്നുണ്ട്. ഇവിടെ അല്ല തോന്നുന്നുണ്ട്. പൂളക്കണ്ട അവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ പിന്നെ ഇവിടെ അങ്ങനെ ഞങ്ങൾ തോടെത്താറായി തോന്നുന്നുണ്ട്. ഏകദേശം അവിടെ എത്താറായി തോന്നുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് പോയേക്കാം. ഇനി എവിടേക്കാ പോകേണ്ടത് അറിയില്ല. മേലേക്ക് ഉണ്ട്, അതിൻ്റെ മേലേക്ക് ഉണ്ട്, അതിൻ്റെ താഴത്തേക്ക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായി. അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ കമ്പി ഉണ്ട്. ഇങ്ങനെ പോരെ. നമ്മൾ ശരിക്കും മേലക്കൂടെയാണ് വരേണ്ടത്. നമ്മളിതാ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇവിടെ എന്താ അറിയില്ല. ഇവിടെ ഒരു വഴി നമുക്ക് ഇങ്ങനെ പോയേക്കാം. അവിടെ ആൾക്കാരാണ്. അങ്ങനെ അവിടെ നിറച്ച ആൾക്കാരാട്ടാ. ുള്ള പൂളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പുറത്ത് വായത്തോട്ടം, അപ്പുറത്ത് നല്ല കുന്നും മലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. തുടങ്ങി ഓൻ്റെ സ്ഥലം തോട്ടിലായിരുന്നു കേട്ടോ. തോട്ടിൽ നമ്മളെ വീടെത്തില്ലേ. ഓനെ പറയണ്ട്
ഹേയ്ഷൊന്നും ഉണ്ടൊക്കെ എത്രാമത്തെ പ്രാവശ്യം പറയണോ ഒരു ചെയ്തോളൂ. ഇത് ഞങ്ങൾ പടവലക്കണ്ടാണ്. ഞങ്ങളെ നല്ല കേട്ടാ. തള്ളു ഇതാണ് ഞങ്ങൾ പടവലക്കണ്ട. ഞങ്ങളേന്നല്ല കേട്ടാ. എപ്പോഴും എൻ്റെ തൊള്ളിൽ ഞങ്ങളേന്നാ വരുന്നത്. രാജൻ്റെ പടവലക്കണ്ട. നല്ല ഭംഗിയുള്ളൊരു പടവലക്കണ്ട കേട്ടത്. ഞങ്ങളിങ്ങനെ തോട്ടിന് പോകുന്നോണ്ടിരിക്കട്ടോ. അവിടെ നല്ല വ്യൂ ആണ്. അവിടെ പന്ത് കളിക്കുന്ന സ്ഥലം കേട്ടോ. ഗ്രൗണ്ട് ഇവിടെ ഒരൈറ്റം കമ്പിയുണ്ട്. ഇവിടെ ഇരുന്നിട്ടോ ആദ്യത്തെ മല്ലികക്കണ്ടം. ഇവിടെ മല്ലിക നിറയെ ഉണ്ടായിരുന്നു. ചെണ്ടുമല്ലി കേൾക്കാർക്ക് വയ്യൊക്കെ തെറ്റുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള ഒരു വെള്ളം മരം. പക്ഷെ ഇതിലെ കാണുന്നുണ്ട് അറിയില്ല. ഇതിലെ പ്ലാവാണ് കാണുന്നത്. ഇവിടെ ഒരു കിണറുണ്ട്. ചില തുടങ്ങും. നല്ല ഭംഗിയുള്ള ഇതെന്താ പുല്ല് നടുകയാണോ തോന്നുന്നുണ്ട്. എല്ലാത്തിനും വെറുതെ ഉണ്ടാവാണെന്നൊന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. പശുവിൻ്റെ പുല്ലാണോ? ഇത് പശുവിൻ്റെ പുല്ല് അത്ര. തീറ്റപ്പുല്ല്. അവിടെ ഒരു മലയൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതാണ് ഇവിടെ എത്ര ഒന്ന് കണ്ടാലും നമുക്ക് മടുക്കൂല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. ഈ മരം നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ കയറി ഇരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളവരൊന്നും സമ്മതിക്കൂല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഏകദേശം നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. നമ്മളെ കണ്ടെത്തി. എത്തിയെന്ന് പറയാൻ പറ്റില്ല. എത്തുന്നു. ഈ പുളക്കണ്ടൊക്കെ ഞങ്ങൾ തന്നെ അറിയില്ല. എല്ലാം തോന്നുന്നുണ്ട്. ഇതിൻ്റെ മേലത്തെ തോന്നുന്നു. നമുക്ക് നല്ല ഭംഗി കിട്ടാം. അടുത്ത പുളക്കണ്ട. അവിടെ നല്ലൊരു വാഴക്കോല പൂത്തിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് പറയുകയാണെങ്കിലും അതിൻ്റെ വീരത്തത്ര ഞാൻ പറയുള്ളൂ. പച്ചയാണത്. നമ്മളിതൊക്കെ അങ്ങ് കണ്ടെത്തി എത്തി കേട്ടോ. 3 മൈല് 4-5 മൈലുണ്ട്. കുട്ടികളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം. പക്ഷെ കാണുന്നില്ല വീഡിയോയിൽ. വെയിലായതുകൊണ്ട് അതാ പോകുന്നു. 4 കേട്ടോ. 5-6 ഉണ്ട്. 2 അവിടെ പാറാതെ കിടക്കുന്നുണ്ട്. അവരിവിടുത്തെ കുമ്പളങ്ങ ഇതൊക്കെ തിന്നാൻ വന്നതാ തോന്നുന്നുണ്ട്. മുളക് കണ്ടതാ. മുളക് കണ്ടതാട്ടാ. ഇത് പടവലക്കണ്ടം. ഞാൻ നേരത്തെ കാണിച്ചു. ഇനി നമ്മളിങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തിയിട്ടാ. എന്നിട്ട് നമ്മളെ വണ്ടി നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഇതാ നമ്മളെ വീട്.